സതീഷിന് എങ്ങനെയുണ്ട്? അത് പറയാനാ അമ്മ വന്നത്. അവന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ഓപ്പറേഷൻ വേണോത്രേ. അതിന് 2-3 ലക്ഷം രൂപ വേണം. എനിക്കിനിയും 6 മാസം കൂടെ ഉണ്ട്. ശിക്ഷ ഇളവ് കിട്ടാൻ അപേക്ഷ കൊടുത്തു. ജയിലർ ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? 2 ആഴ്ച സമയമുള്ളൂ. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ... അമ്മേ, പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പല. നീ വിഷമിക്കാണ്ടിരിക്കേ. ഈ അലങ്കാരപ്പണികളൊക്കെ കണ്ടില്ലേ? ഇത് ചിലപ്പോൾ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വല്ലടാ വരുന്നത്. അതിൻ്റെ പേരിൽ ഒരാൾക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് പുറത്തുവിടാതിരിക്കില്ല. എല്ലാ കൊല്ലം പതിവുള്ളതല്ലേ. അതിന് നറുക്ക് വീഴണ്ടേടാ. വീഴും. നിന്റെ പേരിൽ തന്നെ നറുക്ക് വീഴും. നീ നോക്കിക്കോ. ആ സാറേ, എന്താടാ ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുവോ? അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും. എന്നെ നല്ല നടപ്പിന്റെ പേരിലെങ്കിൽ പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. നടക്കട്ടെ. ആ, ഓ മനോഹരമായ നടപ്പ്. എന്തു പറ്റി? പോയി പണിയെടുക്കടാ. സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തിയോ സാറേ? അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. നമോവാകം. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാ നിനക്കാടാ, നിന്റെ പേര് തന്നെ വീഴും. മഹി, മഹിയാണ് ആ ഭാഗ്യവാൻ. എവിടെ ശശി? ജയിലിലെ ഭക്ഷണത്തിൽ ഇത്ര കാണും. എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റുമോ സാറേ? മണ്ടത്തരം പറയാതടാ മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എൻ്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിൻ്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. സാർ എങ്ങനെയുണ്ട്? ഇതാ എന്റെ വക ഒരു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. വാച്ചാ? ആ, ഇതിന് സൂചി ഒന്നുമില്ലേ? തുറന്ന് നോക്കേ. ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോൾ തുറന്നു നോക്കിയാൽ മതിയല്ലോ. ടൈം മാത്രമല്ല, ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. മതി മതി, പോകാൻ നോക്ക്. ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാറേ. വേഗം വേണം. പ്രസംഗം കലക്കി. എന്നാലും പഹയാ, മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കാഴ്ചയാൽ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല, മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെപ്പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ പഹയ, ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്? സമയമാവട്ടെ എഴുതിക്കളെ. അത് മതി. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ഓ മഹിയെ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും. നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേ ഇങ്ങോട്ട് നോക്കി. ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയൻ്റെ അടുത്തേക്ക്.
അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ എങ്ങനെ ഇത്രയും വലിയ തുക? എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ തിരിച്ചു. ദേ, ഇത് മഹി തരുന്ന വാക്കാ. എൻ്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തുനിന്ന് പോണം. ഞാനില്ലേടാ. എന്തത്? ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.